أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. العاقبة للمتقين. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله. صلوا عليه وآله. يا صحاب الوقت أعظوا بحكم بنيابة. ആദരണീയരായ ഈ മജ്‌ലിസിന്റെ നേതൃത്വം നിർവഹിക്കുന്ന PCH ഉസ്താദ് അവറുകൾ, മറ്റു പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, കാരണവന്മാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുബാറക്കായ മജ്‌ലിസ് നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. നാളെ സ്വീകരിക്കപ്പെടുന്ന അമലായി നമ്മുടെ മീസാനുകളിൽ അല്ലാഹു രേഖപ്പെടുത്തുമാറാകട്ടെ. ഈ മജ്‌ലിസിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ആരൊക്കെ പങ്കെടുത്ത് മൺമറഞ്ഞു പോയിട്ടുണ്ടോ അവരൊക്കെ ഖബറിലേക്ക് ഈ മജ്‌ലിസിന്റെ വെളിച്ചം അല്ലാഹു എത്തിക്കുമാറാകട്ടെ. ഈ മജ്‌ലിസിന്റെ പരിപൂർണ്ണ ബറക്കത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ നൽകുമാറാകട്ടെ. സുദീർഘമായി സംസാരിക്കുന്നില്ല. വളരെ പവിത്രതയുള്ള ഒരു മജ്‌ലിസിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എല്ലാ മാസവും മഹാനരായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അവിടുത്തെ മൗലിദ് ചൊല്ലി അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞ് ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമമാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും കാണാത്തൊരു മജ്‌ലിസാണ് ഈ ഒരു മജ്‌ലിസ്. മറ്റു പല മജ്‌ലിസുകളും സ്വലാത്തിന്റെ മജ്‌ലിസുകളും ദിക്റിന്റെ മജ്‌ലിസുകളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ എല്ലാ മാസവും ഒരുമിച്ച് കൂടുക, അതിന് ഭാഗ്യം ലഭിക്കുക, അത് ജീവിതത്തിലെ വലിയൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന അമൽ ഏതാണ്, ഇബാദത്ത് ഏതാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധ്യമല്ല. നമ്മൾ ചെറുതായി കാണുന്ന ഒരു കാര്യമായിരിക്കും പടച്ച റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലമായി നമുക്ക് നാളെ ഭവിക്കാൻ കഴിയും. എന്നാൽ നമ്മൾ വലിയ കാര്യമായി കാണുന്ന ചില കാര്യങ്ങളോ അല്ലാഹുവിന്റെ അടുക്കൽ അതൊന്നുമല്ലാതായി പോവുകയും ചെയ്യുന്നതാണ്. മഹാനരായ സഹാബി അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിലെ വളരെ വലിയ പ്രമുഖനാണ്. ആ പ്രമുഖനായ സ്വഹാബി ഒരു ദിവസം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധമായ ഖുർആനിന്റെ വഹയിന്റെ വചനങ്ങൾ
മദീനയുടെ ഒരു വഴിയിൽ വെച്ച് മുത്തനബിക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ആ വഴിയുടെ അങ്ങേ തലയിൽ നിന്ന് അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കണ്ടപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ മുത്തനബിയോട് പറഞ്ഞു, ദാക അബൂ ദർ, നബിയെ അബൂ ദർറാണല്ലോ വരുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയല്ല. അബൂ ദർറുൽ ഗിഫാരി എന്ന സ്വഹാബിയെ കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തനബിയോട് പറയുന്നു, നബിയെ അബൂ ദർറാണല്ലോ വരുന്നത്. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ജിബ്രീലേ, ഇതെന്തൊരു അത്ഭുതമാണ്, ഇതെന്തൊരു അത്ഭുതമാണ്. നിങ്ങൾ മദീനയിലേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ, വഹയിന്റെ വചനങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്ന സമയത്ത് അബൂ ദർറിനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഞാനല്ലേ പരിചയപ്പെടുത്തി തരേണ്ടത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയും എന്നിട്ട് മുത്തുനബി ചോദിക്കുന്നുണ്ട്, അല്ല ജിബ്രീലേ, നിങ്ങൾക്ക് അബൂ ദർറിനെ പരിചയമുണ്ടോ? അബൂ ദർറിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞു, അബൂ ദർറിന്റെ കൂട്ടുകാരനാണ്, അബൂ ദർറിന്റെ സ്വഹാബികളിലെ പ്രമുഖനാണ്, അബൂ ദർറിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. ആ അബൂ ദർറിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തനബിയോട് പറയുന്നു, നബിയേ, അബൂ ദർ നിങ്ങളുടെ നാട്ടുകാരനായിരിക്കാം, അബൂ ദർ നിങ്ങളുടെ സ്നേഹിതനായിരിക്കാം, അബൂ ദർ നിങ്ങളുടെ സ്വഹാബികളിലെ പ്രമുഖനായിരിക്കാം, പക്ഷേ നിങ്ങൾക്കറിയുന്നതിനേക്കാളും അബൂ ദർറിനെ പരിചയമുള്ളത് ഞങ്ങളുടെ നാട്ടുകാർക്കാണ്. ഞങ്ങളുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ആകാശവാസികളായ മലക്കുകൾക്കാണ്. നോക്കൂ നിങ്ങൾ, അബൂ ദർറിനെ നിങ്ങൾക്കറിയുന്നതിനേക്കാളേറെ പരിചയം ഞങ്ങളുടെ നാട്ടുകാരായ ആകാശവാസികളായ മലായികത്തിനാണെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു പറയുകയാണ്. ആ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ബിമദാക യാ ജിബ്രീൽ, ജിബ്രീലേ, എന്താണ് അതിന്റെ കാരണം? എന്തു കാരണം കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ അബൂ ദർറിനെ ഇത്രയും പരിചയമുണ്ടാകാൻ കാരണമെന്ന് ലോകത്തിന്റെ നേതാവിനോട് ചോദിക്കുമ്പോ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബികസ്റത്തി സൂറത്തുൽ ഇഖ്ലാസ്. അബൂ ദർ സൂറത്തുൽ ഇഖ്ലാസ് വല്ലാതെ പാരായണം ചെയ്യുന്ന ആളാണ്. ഏതു സമയത്തും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവരാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ മഹാനരായ അബൂ ദർ ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അബൂ ദർറിനെ ആകാശവാസികളായ കോടിക്കണക്കിന് മലക്കുകൾക്ക് പരിചയം ഉണ്ടാകാൻ കാരണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അങ്ങനെയാണ് ചില ഇബാദത്തുകള് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, മലായികത്തിനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, പിന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്വീകാര്യത കിട്ടുന്ന ആളായി മാറും. നോക്കൂ നിങ്ങൾ, നമുക്കൊക്കെ അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്ത ആരുമില്ല. എല്ലാവർക്കും ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് അറിയാത്ത ഒറ്റ ആളുമില്ല, ഒരാളുമില്ല. ഈ സൂറത്ത് തന്നെയാണ് അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഓതിയത്. ഈ അബൂ ദർ റളിയല്ലാഹു അൻഹു ഇത് ഓതിയ കാരണം കൊണ്ട്, ഇതിനെ മഹബത്ത് വെച്ച കാരണം കൊണ്ട്, അത് ജീവിതത്തിൽ പതിവാക്കിയ കാരണം കൊണ്ട് അവിടുത്തേക്ക് കിട്ടിയത് എന്താണ്? അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യത കിട്ടിപ്പോയി. അതാ ഞാൻ പറഞ്ഞത്, ചില ഇബാദത്തുകൾക്ക് നമ്മൾ കണക്കാക്കുന്നതിലപ്പുറം അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യത കിട്ടും.
അങ്ങനെ ആ സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനിക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം അവൻ മരിക്കുന്ന സമയത്ത് മലായികത്ത് അവനെ കൊണ്ട് സന്തോഷിപ്പിക്കലാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. മുഅ്മിനായ മനുഷ്യർക്ക് അവർ മരിക്കുന്ന സമയത്ത് മലായികത്ത് അവരുടെ അടുത്തേക്ക് വരികയാണ്. മലായികത്ത് അവരോട് വന്ന് പറയുന്നു, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, പേടിക്കണ്ട, ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട, വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് മലായികത്ത് അവരുടെ സാന്നിധ്യത്തിൽ വന്ന് പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഹദീസ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിലേക്ക് മലായികത്തിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഥവാ മുഅ്മിനീങ്ങളായ ആളുകളെ അവരുടെ ജീവിതത്തിലെ ഒരു ഇബാദത്തിലേക്ക് വല്ലാത്ത ബഹുമാനവും ആദരവും നൽകി അവരുടെ ജീവിതത്തിൽ അത് പതിവാക്കിയാൽ മലായികത്ത് മരിക്കുന്ന സമയത്ത് അവരുടെ സാന്നിധ്യത്തിൽ വരും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ പേടിക്കണ്ട, ഏതൊരു മനുഷ്യനും കാലിടറുന്ന സമയമാണ് മരണസമയം. ഇപ്പോഴൊക്കെ നമുക്ക് വലിയ ധൈര്യവും എന്തിനും നമുക്ക് നല്ല മസിൽ പവർ ഉണ്ടാവും, എന്തും ചെയ്യാനുള്ള നല്ല ഇച്ഛാശക്തി ഉണ്ടാവും. പക്ഷേ മരിക്കുന്ന ഘട്ടത്തില് മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹിനെ പിടിക്കാൻ വരുന്ന സമയത്ത്, ആ മരണസമയത്ത് നമുക്ക് യാതൊരുവിധ കഴിവുമില്ല. ഏതൊരു മനുഷ്യനും ഏതൊരു ശക്തിയുള്ളവനും ഏതൊരു ധിക്കാരിയും വെപ്രാളപ്പെടുന്ന സമയമാണ്, പേടിക്കുന്ന സമയമാണ് മരണഘട്ടം. ആ ഘട്ടത്തിൽ മലായികത്ത് വന്ന് പറയും, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മലായികത്തിന്റെ വരവിനെ കുറിച്ച് പറയാണ്. റഹ്മത്തിന്റെ മലായികത്ത് മരിക്കാൻ കിടക്കുന്ന മരണം ഹാദിറായ വ്യക്തിയുടെ ഹദ്റത്തിലേക്ക് വരുന്നു. എന്നിട്ട് മലായികത്ത് വന്നിട്ട് ഈ മരിക്കാൻ കിടക്കുന്ന ആളോട് പറയുന്നു, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്, അല്ലാഹുവിന്റെ വലിയേ നിങ്ങൾക്ക് സലാം, ഇന്നല്ലാഹ യുഖയ്യുക സലാം, അല്ലാഹു നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, വയുബശ്ശിറുക ബിൽ ജന്നാ, നിങ്ങൾ സ്വർഗ്ഗം കൊണ്ട് സന്തോഷിച്ചോളൂ എന്ന് മലായികത്ത് മരിക്കുന്ന സമയത്ത് ഈ മനുഷ്യന്റെ ഹദ്റത്തിൽ വന്ന് പറയുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു നമ്മുടെ മരണസമയത്തെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മജ്ലിസ് ചെറുതല്ല, ഈ മജ്ലിസ് ചെറുതല്ല. ഇതിനെ ആര് സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് ജീവിതത്തിൽ കൊണ്ട് നടന്നോ, നമുക്ക് കിട്ടാനുള്ളത് മരിക്കുന്ന സമയത്ത് മലായികത്തിന്റെ സാന്നിധ്യമാണ്. ഈ മലായികത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് സ്വർഗ്ഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയാണ്. എന്താ അബൂ ദർ ഗിഫാരി ചെയ്തത്? സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു എന്നുള്ളതാണ്. സൂറത്തുൽ ഇഖ്ലാസ് നമുക്കൊക്കെ അറിയുന്നതാണ്. പക്ഷേ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ആ സൂറത്തുൽ ഇഖ്ലാസിനെ വല്ലാതെ മഹബ്ബത്ത് വെച്ചു. കിട്ടുന്ന സമയത്തൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു. അറിയില്ലേ നിങ്ങൾക്ക്, ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാം, മദീനത്തെ പള്ളിയിൽ ഒരു ഇമാം ഉണ്ടായിരുന്നു. ആ ഇമാമ് എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ സൂറത്തിന് ശേഷം പാരായണം ചെയ്യുന്നത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. ഏതു നിസ്കാരമാണെങ്കിലും ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു. മഹാന്മാരായ സ്വഹാബത്ത് മുത്തനബിയോട് പരാതി പറയുന്നു, നബിയെ, വലിയ സൂറത്ത് ഓതേണ്ട നിസ്കാരത്തിൽ പോലും ഇദ്ദേഹം ചെറിയ സൂറത്തായ സൂറത്തുൽ ഇഖ്ലാസ് ആണ് നബിയെ ഓതുന്നത് എന്ന് ഹബീബിനോട് പറഞ്ഞപ്പോ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സ്വഹാബിയെ വിളിക്കുന്നു, കാര്യം അന്വേഷിക്കുന്നു.
പ്രവേശിക്കുന്നു. ആ സമയത്ത് ആ സ്വഹാബി പറയുന്നു, നബിയേ, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസിനെ വല്ലാത്ത ഇഷ്ടമാണ്. സൂറത്തുൽ ഇഖ്ലാസ് എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയേ. ഇന്നല്ലാഹ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ആ സമയത്ത് മുത്തനബി പറയുന്നു, സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള ഇഷ്ടം നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ആ സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള മഹബ്ബത്ത് നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെറിയ ഇബാദത്താണെങ്കിലും ഇപ്പൊ നമ്മൾ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ചെറിയ ധാരണ ഉണ്ടാവും, ഞാനിപ്പോ എന്തിനാ എല്ലാ മാസവും ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നത്, ധാരാളം ആളുകളൊന്നുമില്ലല്ലോ, കുറഞ്ഞ ആളുകളല്ലേ പങ്കെടുക്കുന്നുള്ളൂ, ഞാനായിട്ട് ഇതിൽ പങ്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ വന്നുപോയാൽ, പ്രിയപ്പെട്ടവരെ, ആ മജ്‌ലിസിൽ പങ്കെടുക്കൽ കൊണ്ട് നമ്മൾ നിയ്യത്ത് വെക്കുന്ന നിയ്യത്ത് അവിടെ ഫസാദാവുകയാണ്. നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സവാബ് അവിടെ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര ചെറിയ കാര്യമാണെങ്കിലും എത്ര ചെറിയ മജ്‌ലിസാണെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ ചിലപ്പോൾ വലിയ പ്രതിഫലമായി നമുക്ക് നാളെ കാണാനും അനുഭവിക്കാനും സാധിക്കും. അല്ലാഹു ആ രൂപത്തിലൊക്കെ ഈ മജ്‌ലിസ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, കുറഞ്ഞ സമയം സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു മജ്‌ലിസ് എനിക്കറിയില്ല, നമ്മുടെ ഈ പരിസരത്ത് എവിടെ ഇല്ല. ഇല്ലല്ലോ, നിങ്ങളെ ദർസിൽ മാത്രമേ ഉള്ളൂ. ഈ ദർസിന്റെ പേര് അതെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരിലാണ് ഇവിടുത്തെ എല്ലാ സംരംഭവും. ഞാൻ ഉസ്താദിനെ പരിചയപ്പെടുന്നത് തന്നെ ആദ്യമായിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആളായിട്ടാണ്. ഞാൻ അവിടെ പൊതുപരിപാടിയിൽ സമാപന പരിപാടിയിൽ 2-3 വട്ടം പങ്കെടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ സിദ്ദീഖ് റളിയല്ലാഹുവിന് വേണ്ടി മാത്രം ഒരു മജ്‌ലിസ് ഞാൻ എന്റെ നാട്ടിൽ നിന്ന് നേർച്ച പൈസ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഉസ്താദിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ മജ്‌ലിസ് ഇല്ല. അപ്പൊ എന്റെ അറിവിൽ ഈ മജ്‌ലിസേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുകൊടുത്തു. അപ്പൊ ഇങ്ങനെ മജ്‌ലിസ് നമ്മുടെ പരിസരത്തൊന്നും കാണാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് മഹത്വവത്തായ മജ്‌ലിസാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മജ്‌ലിസ്. അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അൽ-തഹഖീഖ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാന്മാരായ സ്വഹാബത്താണ് ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രധാനികൾ. ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ തന്നെ, അഥവാ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഒന്നാമനാണ് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സംശയമില്ലല്ലോ, അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അൽ-തഹഖീഖ്, നിസ്സംശയം മഹാന്മാരായ അംബിയാക്കൾ കഴിഞ്ഞാൽ ലോകത്ത് ഒന്നാമത്തെ സ്ഥാനം, ഏറ്റവും പവറുള്ള വ്യക്തി മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, സിദ്ദീഖേ, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് സിദ്ദീഖേ? മാദാ തുഹിബ്ബു മിനദ് ദുനിയാ, ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ഏതാണെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനോട് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ നമ്മളെ പോലെ ദുനിയാവിന്റെ കാര്യങ്ങളല്ല പറയുന്നത്. എനിക്കൊരു പെണ്ണ് കെട്ടണം, അല്ലെങ്കിൽ നല്ല കൊട്ടാരം ഉണ്ടാക്കണം, നല്ലൊരു വാഹനം ഉണ്ടാകണം, എനിക്ക് നല്ല സമ്പത്ത് ഉണ്ടാകണം എന്നൊന്നുമല്ല സിദ്ദീഖുൽ അക്ബറിന്റെ മറുപടി. 3 മറുപടിയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഒന്നാമതായി പറയുന്നു, അൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം അങ്ങയുടെ അടുക്കൽ ഇരിക്കലാണ് നബിയേ. അൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ അടുത്തിരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമുക്കതിന്റെ ഭാഗ്യമില്ല മുഅ്മിനീങ്ങളെ. മഹാന്മാരായ സ്വഹാബത്തിന് കിട്ടിയിട്ടുണ്ട്.
ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം എനിക്ക് ചെലവഴിക്കാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് അൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുമ്പിലിരിക്കലാണ്. രണ്ടാമതായി പറയുന്നു അന്നദുറു ഇലൈക യാ റസൂലല്ലാഹ്, അങ്ങയിലേക്ക് നോക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതിന് നമുക്ക് ഭാഗ്യമില്ല. ഈ രണ്ട് കാര്യങ്ങൾക്കും നമുക്ക് ഭാഗ്യമില്ല. ഇന്ന് മുത്തനബിന്റെ മജ്‌ലിസിൽ നമുക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മുത്തനബി ഇവിടെ തന്നെ ഇരിക്കുമ്പോ നമുക്ക് ഇരിക്കാൻ കഴിയില്ല. മനാമിൽ മുത്തനബിയെ കാണാം. ആ ഹദറത്തിൽ പങ്കെടുക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നേരെ മുത്തനബിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. മൂന്നാമതായി ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു വഇൻഫാഖു മാലി അലൈക, നബിയേ എന്റെ സമ്പത്ത് മുഴുവനും അങ്ങേക്ക് വേണ്ടി ചെലവഴിക്കലാണ്. ഈ മൂന്ന് കാര്യമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഈ മൂന്നാമത്തെ കാര്യം ചെയ്യാൻ നമുക്കും നല്ല ചാൻസ് ഉണ്ട്, നമുക്കും അതിന് കഴിയും. അതുകൊണ്ടാണല്ലോ റബീഉൽ അവ്വലൊക്കെ വരുന്ന സമയത്ത് എത്രയാണോ നമ്മളെ കൊണ്ട് ചെലവഴിക്കാൻ പറ്റുന്നത് അതൊക്കെ ചെലവഴിക്കുന്നവരാണ് ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങളായ സുന്നീകളായ ആളുകളൊക്കെയും. നല്ല ലൈറ്റ് വെക്കുന്നു, അലങ്കരിക്കുന്നു, മൗലിദ് നടത്തുന്നു, ഭക്ഷണമുണ്ടാക്കുന്നു, മുത്തുനബിന്റെ പേരിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യുന്ന ആളുകളാണ്. വഇൻഫാഖു മാലി അലൈക, നബിയേ എന്റെ സമ്പത്ത് മുഴുവനും അങ്ങേക്ക് വേണ്ടി ചെലവഴിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ മൂന്ന് കാര്യങ്ങൾ മുത്തുനബിയോട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെറുതെ പറഞ്ഞതല്ല, അതൊന്നും വെറുതെ പറഞ്ഞതല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചവരാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വയലൊക്കെ കേട്ട് നമ്മൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ചെലവഴിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചാല് പ്രിയപ്പെട്ടവരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തവക്കുൽ നമുക്കില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്രയും വലിയ തവക്കുലായിരുന്നു. നമുക്കറിയില്ലേ, ഹിജ്റ പോകുന്ന സമയത്ത് മുത്തനബിയോട് കൂടെ ഹിജ്റ പോയവരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വിശാലമായ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ 2 വാഹനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് സിദ്ദീഖ് അക്ബറിനിക്കും മറ്റൊന്ന് മുത്തനബിക്കും സ്വന്തം കാശ് കൊടുത്തു വാങ്ങിയതാണ്. എന്നിട്ട് ഹിജ്റ പോകുന്ന സമയത്ത് ഇനി എന്നാ തിരിച്ചു വരാം, അല്ലെങ്കിൽ എത്ര താണ്ടി പോകാനുണ്ട് എന്നതൊന്നും ബഹുമാനപ്പെട്ടവർക്ക് മുൻധാരണയില്ല. അതുകൊണ്ട് തന്നെ ഉള്ള സമ്പത്ത് മുഴുവനും പരിശുദ്ധമായ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് പുറപ്പെടുന്നത്. അങ്ങനെ ഹിജ്റക്ക് പുറപ്പെട്ട സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബൂ ഖുഹാഫ എന്നവർ അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അബൂ ഖുഹാഫ എന്നവരെ വീട്ടിലേക്ക് വന്നു. മഹദിയായ അസ്മാ ബീവിയും ആയിഷ ബീവിയും അവിടെയുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മക്കളാണല്ലോ. അവിടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങളെ വാപ്പ നിങ്ങളെ ദാരിദ്ര്യത്തിലിട്ടിട്ടാണല്ലോ ഹിജ്റക്ക് പോയിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ വീട്ടിൽ ഒന്നുമില്ല. മഹദിയായ ആയിഷ ബീവിയും അസ്മാ ബീവിയും ഉണ്ട്. അപ്പൊ ആ ആയിഷ ബീവിന്റെയും അസ്മാ ബീവിന്റെ അടുത്ത് ചെന്നുകൊണ്ട് വല്യപ്പ വന്നുകൊണ്ട് ചോദിക്കാണ്, നിങ്ങളെ പട്ടിണി കിട്ടാണല്ലോ നിങ്ങളുടെ ഉപ്പ പോയിട്ടുള്ളത്. ആ സമയത്ത് അസ്മാ ബീവി നല്ല ബുദ്ധിശാലിയാണ്. അസ്മാ ബീവിന്റെ ചരിത്രം നമ്മൾ ബദർ യുദ്ധത്തിൽ നമ്മൾ പറയുന്നുണ്ട്. അസ്മാ ബീവി നല്ല ബുദ്ധിശാലിയാണ്. അസ്മാ ബീവി ആ സമയത്ത് ഒരു ചാക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ ചാക്കില് ദീനാറോ ദിർഹമൊന്നല്ല, ആ ചാക്കിലുള്ളത് നല്ല കല്ലുകളാണ്. ഈ കല്ലിന്റെ ചാക്കെടുത്ത് അസ്മാ ബീവി ഇങ്ങനെ പൊന്നിച്ച് കാണിച്ചു കൊടുക്കുക, ഇതിലുള്ള ഒക്കെ ഉണ്ട്, ഞങ്ങൾക്കുള്ള ഒക്കെ ഇതിലുണ്ട്. കളവല്ലട്ടത്, ഞങ്ങൾക്കുള്ള ഒക്കെ ഇതിലുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ദീനാറാണ് ദിർഹമാണെന്ന് പറഞ്ഞൊന്നുമില്ല. പക്ഷെ ആ തവക്കുൽ കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മക്കളാണല്ലോ, സിദ്ദീഖ് റളിയല്ലാഹുവിനുള്ള തവക്കുൽ എന്തായാലും ആ മക്കൾക്കും കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ആ ഒരൊറ്റ കാരണം കൊണ്ട് മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോയത് മുതൽ അവര് ഹിജ്റത്ത് പോകുന്നത് വരെയുള്ള ദിവസങ്ങളിൽ ഒരൊറ്റ ദിവസവും പോലും അവർക്ക് ഭക്ഷണം മുടങ്ങിയിട്ടില്ല. ഇവിടുന്നാണ് അവർക്ക് ഭക്ഷണം കിട്ടിയത്? അന്നഹു മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നേരിട്ട് ഇറക്കി കൊടുത്ത ഭക്ഷണങ്ങളാണ്. തവക്കുലാണത്. ഞാൻ പറഞ്ഞു വന്നത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സമ്പത്തിലെ വിശാലത. ഇത് നമ്മൾ കേൾക്കുമ്പോ നമ്മൾ വീടും പറമ്പും അല്ലാതെ കൊടുക്കൽ ഫിഖ് പറഞ്ഞിട്ടില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റൂല എന്നുള്ളതാണ് മസാല. മക്കൾക്കും കുടുംബങ്ങൾക്കൊക്കെ ബാക്കിയുള്ളത് വെച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെയല്ലേ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്രയും വലിയ മഹത്വം കിട്ടാനുള്ള കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ വല്ലാതെ മഹത്വം മേടിച്ച ആളാണ്. നമ്മൾ ഏതൊരു വിഷയത്തിലും മഹത്വത്തെ കുറിച്ച് പറയുന്നുണ്ടോ എങ്കിൽ അവിടെയൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വല്ലാതെ ധർമ്മം ചെയ്ത സമയത്താണ് ഒരിക്കൽ ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞ് ബദർ യുദ്ധത്തിനൊക്കെ ശേഷം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബിമാരിൽപ്പെട്ട 10 സ്വഹാബിമാരെ ഈ പ്രബോധനത്തിന് വേണ്ടി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കുന്നുണ്ട്. 10 സ്വഹാബിമാരെ പറഞ്ഞേക്കുന്നുണ്ട്. ആ കൂട്ടത്തില് മഹാനരായ ഖുബൈബ് തങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു അതിലുണ്ട്. അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു നമുക്കറിയാം. മഹാനരായ ബിലാൽ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദ്യ ഘട്ടങ്ങളിൽ, ഇസ്ലാമിന്റെ തുടക്കകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ യാതനകൾ വേദനകൾ സഹിച്ചവരാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബിമാര്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ അടിമയായിരുന്നു. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഈ ഉമയ്യത്ത് എന്ന ധിക്കാരി എല്ലാ ദിവസവും മഹാനരായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സൂര്യൻ ഉദിച്ച് ആ സൂര്യൻ ചൂടാകുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലുള്ള അവിടുത്തെ വസ്ത്രങ്ങൾ കഴിക്കുന്നു. എന്നിട്ട് വസ്ത്രങ്ങൾ അഴിച്ചുകൊണ്ട് ഒരു ഇരുമ്പിന്റെ അങ്കി ധരിപ്പിക്കുന്നു. എന്നിട്ട് ചുട്ട് പഴുത്ത മണലാരണ്യത്തിലേക്ക് ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് തങ്ങളെ ഇറക്കുന്നു. എന്നിട്ട് അതാ ശരീരത്തിന്റെ അവിടുത്തെ സ്വദറിന്റെ മുകളിൽ ഒരു പാറക്കല്ല് വെക്കുന്നു. എന്നിട്ട് ചുട്ട് പഴുത്ത മണലിലൂടെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു വലിച്ചു കൊണ്ടുപോകുന്നു. ചരിത്രത്തിൽ കാണാം അവിടുത്തെ എല്ലുകളും അവിടുത്തെ ശരീരങ്ങളും അവിടുത്തെ മാംസ കഷ്ണങ്ങൾ പോലും ഈ മണ്ണിനോട് അലിഞ്ഞു ചേർന്നിരുന്നു. ആ രൂപത്തിൽ ഉമയ്യത്ത് മഹാനരായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി മർദ്ദിച്ചപ്പോ ഒരു ദിവസം ആ വഴിയിലൂടെ മഹാനരായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വരുന്നു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ബിലാൽ തങ്ങളെ കണ്ടപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ യജമാനനായ ഉമയ്യത്തിനോട് ചോദിക്കുന്നുണ്ട്, അൽമാ വെള്ളമെന്ന് ചോദിച്ച് ഈ ഉമയ്യത്തിനോട് കേടുന്ന സമയത്ത് ഉമയ്യത്ത് ചെയ്യുന്ന പണി എന്താണെന്ന് അറിയുമോ? ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അവിടുത്തെ വായയിലേക്ക് ഈ ഉമയ്യത്ത് എന്ന ധിക്കാരിയായ മനുഷ്യനെ അവിടുത്തെ വസ്ത്രം ഉയർത്തിക്കൊണ്ട് ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് മൂത്രിക്കുകയാണ്. നോക്കൂ നിങ്ങളെ, ശക്തമായ ഈ ചുട്ട് പഴുത്ത മണലിലൂടെ വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് വെള്ളം ചോദിക്കുമ്പോ ഈ ധിക്കാരിയായ മനുഷ്യൻ ചെയ്ത പണിയാണ്. ആ ബിലാൽ തങ്ങളുടെ വായിലേക്ക് മൂത്രം ഒഴിച്ചു കൊടുക്കുന്നു. സിദ്ദീഖുൽ അക്ബർ കാണുന്നു, അവിടുത്തെ ഖൽബ് പൊട്ടി പോകുന്നു. ഉടനെ തന്നെ ചോദിക്കുന്നു, ഉമയ്യത്തെ ഈ അടിമയെ നീ വിൽക്കുന്നുണ്ടോ? ഈ അടിമയെ നീ വിൽക്കണോ എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ധിക്കാരിയായ മനുഷ്യനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ഉമയ്യത്ത് പറഞ്ഞു, ഞാൻ വിൽക്കാം, 9 ഊഖിയ എനിക്ക് നൽകണം.
9 ഊഖ എനിക്ക് നൽകിയാലേ ഞാൻ ഈ മനുഷ്യനെ നിങ്ങൾക്ക് ഞാൻ വിൽപ്പന നടത്തുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റെഡിയാണ്, 9 ഊഖ ഞാൻ നൽകാം. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ങുന്നു. എന്നിട്ട് ഇലാ ഹദ്റത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിയുടെ ഹദ്റത്തിലേക്ക് ചെല്ലുന്നു. മുത്തനബിയോട് പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ബിലാലിനെ അങ്ങ് മോചിപ്പിച്ചോളൂ നബിയേ, ബിലാലിനെ അങ്ങ് മോചിപ്പിച്ചോളൂ നബിയേ എന്ന് ബഹുമാനപ്പെട്ട ഈ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു മുത്തനബിയോട് പറയാണ്. ഈ വിഷയം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം അബൂ ഖുഹാഫ എന്നവരെ അറിഞ്ഞപ്പോ, അബൂ ഖുഹാഫ അന്ന് മുസ്ലിമല്ല, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വരുന്നു. എന്നിട്ട് സിദ്ദീഖുൽ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, അല്ല സിദ്ദീഖേ, നിങ്ങളെ കുറിച്ച് ഞാനൊരു പരാതി കേട്ടിട്ടുണ്ട്. എന്താണ് പരാതി? നിങ്ങളുടെ സമ്പത്തുകളൊക്കെ ചെലവഴിച്ചുകൊണ്ട് ഒരുപാട് അടിമകളെ വാങ്ങി നിങ്ങളെ മോചിപ്പിക്കുന്നുണ്ട് എന്നൊരു വിവരം എനിക്കുണ്ട്. ഈ ഒരു പരാതി എനിക്കുണ്ട്. എന്നാലോ നിങ്ങൾ വാങ്ങുന്ന അടിമ ഒന്നിനും കൊള്ളാത്ത ആളുകളുമാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ സമ്പത്ത് ചെലവഴിക്കുന്നത് എന്ന് ഉപ്പയായ അബൂ ഖുഹാഫ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പ, ഞാൻ ഒരൊറ്റ അടിമയും വാങ്ങിയത് എന്റെ വീട്ടിലുള്ള ജോലി ചെയ്യാനല്ല, എനിക്ക് ഹിദ്മ ചെയ്യാനല്ല, എനിക്ക് സേവനം ചെയ്യാനല്ല, എന്റെ ഒരു ആവശ്യത്തിനും വേണ്ടി ഞാൻ ഇന്നുവരെ ഒരു അടിമയെ വാങ്ങിയിട്ടില്ല. ഞാൻ വാങ്ങിയ അടിമകളൊക്കെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ വിഷയത്തോട് യോജിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഫമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ബിത്തിഗാഅ വജ്ഹി റബ്ബിൽ അലാ വലസൗഫ യർദാ. നോക്കൂ നിങ്ങളെ, ഈ ദുനിയാവിലെ ഒരു ജസാവും അവിടുന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അവിടുന്ന് എന്തു ചെയ്യുന്ന സമയത്തും പ്രത്യുപകാരം എന്നുള്ളത് സിദ്ദീഖുൽ അക്ബർ പ്രതീക്ഷിച്ചിട്ടില്ല. സിദ്ദീഖുൽ അക്ബറിന്റെ പ്രതീക്ഷയുള്ളത് വജ്ഹി റബ്ബിൽ അലാ, അല്ലാഹുവിന്റെ റിളയാണ് പ്രതീക്ഷ, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അല്ലാഹു നാളെ എനിക്ക് ജസാ നൽകും, എനിക്ക് പ്രതിഫലം നൽകും എന്നുള്ള പ്രതീക്ഷ മാത്രമാണ് സിദ്ദീഖുൽ അക്ബറിനുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ആ സിദ്ദീഖുൽ അക്ബറിനെ നമ്മൾ പിന്നീട് അവർക്ക് നൽകും, അവർക്ക് ജസാ നൽകും. ആ സമയത്ത് അവിടുന്ന് തൃപ്തിപ്പെടുന്നതാണ്. അങ്ങനെ ദീനിന് വേണ്ടി ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചവരാണ് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അത്രയും വലിയ ധർമ്മിഷ്ഠനായിരുന്നു, അത്രയും വലിയ ധർമ്മിഷ്ഠനാണ്. സിദ്ദീഖുൽ അക്ബറിനോളം മുൻപന്തിയിലെത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഈമാനിന്റെ വിഷയത്തിൽ സാധ്യമല്ല, അവിടുത്തെ ഇബാദത്തിന്റെ വിഷയത്തിൽ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താലും അവിടെ മുത്തനബി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന നേതാവ് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് സിദ്ദീഖുൽ അക്ബറിനോട് പറയുകയാണ്, സിദ്ദീഖേ, ഈ 8 കവാടത്തിൽ നിന്നും വിളിക്കപ്പെടുന്ന ചില ആളുകൾ വരും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കടക്കുന്ന ചില വാതിലുകൾ സ്വാമീങ്ങൾക്കുള്ളതാണ്, ചില വാതിലുകളെ നിസ്കാരക്കാർക്കുള്ളവരാണ്, ചില വാതിലുകളെ നല്ല ഇബാദത്ത് ധർമ്മിത്തർക്കുള്ളതാണ്. ഇങ്ങനെ ഓരോ കവാടങ്ങളും പ്രത്യേകക്കാർക്കുള്ളതാണ്. എന്നാൽ 8 കവാടത്തിൽ നിന്നും 8 കവാടങ്ങളിൽ നിന്നും വിളിച്ച് സ്വാഗതം ചെയ്യുന്ന ചില ആളുകളുണ്ട്. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ ചോദിച്ചു, നബിയേ, ആ 8 കവാടത്തിൽ നിന്നും വിളിക്കപ്പെടുന്ന ആളുകളാരാണ് നബിയേ എന്ന് സിദ്ദീഖുൽ അക്ബർ ചോദിക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അർജു അൻ തകൂന മിൻഹും. സിദ്ദീഖേ, നിങ്ങൾ അതിൽപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങൾ അതിൽ പെടാനുള്ള എല്ലാ യോഗ്യതയും നിങ്ങൾക്കുണ്ട് എന്നർത്ഥം. ആ 8 കമാളത്തിൽ നിന്നും വിളിക്കപ്പെടാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് സിദ്ദീഖേ എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യത്തിന്റെ താല്പര്യം. അർജു അൻ തകൂന മിൻഹും, ആ കൂട്ടത്തിൽ നിങ്ങൾ പെടലിനെ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അതിൽ പെടുമെന്ന്. അതിനുള്ള എല്ലാ യോഗ്യത നിങ്ങൾക്കുണ്ട് സിദ്ദീഖേ. നോക്കൂ, നിങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും ലോകത്തുള്ള സർവ്വ ആളുകളുടെ ഈമാനും പഠിച്ച് എല്ലാവരുടെയും ഈമാനും പഠിച്ച് തുലാസിൽ വെക്കാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറ്റൊരു തുലാസിൽ വെച്ചാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനിന് കനം തൂങ്ങുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ദീഖുൽ അക്ബറിന് മുൻകടക്കാൻ സാധിക്കില്ല. നമുക്ക് തോന്നും ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഔലിയാക്കളുടെ കറാമത്തുകൾ ഒരുപാട് കേൾക്കുമ്പോ നല്ല മഴയുടെ ശബ്ദമുണ്ട്, ഇടിന്റെ ശബ്ദമുണ്ട്. അപ്പൊ നമ്മളെ ശബ്ദം എല്ലാം കിട്ടണില്ല. അല്ലാഹു നമുക്ക് ആവശ്യമായ റഹ്മത്തിന്റെ മഴകളൊക്കെ അല്ലാഹു നൽകുമാറാകട്ടെ. വെള്ളമില്ലാതെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ രൂപത്തിൽ നമുക്ക് ഉപകാരമുള്ള രൂപത്തിൽ ആവശ്യമായ മഴകളൊക്കെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന് അത്രയും പവറുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. താബിഈങ്ങളിലെ പ്രമുഖനാണ്. ഞാൻ പറഞ്ഞത് ഔലിയാക്കന്മാരെ കുറിച്ച് നമ്മൾ കുറെ കറാമാത്തുകള് അവരുടെ ജീവിതത്തിലെ ആശ്ചര്യ സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോ നമുക്ക് തോന്നും ജീലാനി തങ്ങളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും വലിയ മഹത്വമുള്ളവരെന്ന്. മമ്പറത്ത് തങ്ങൾ ഉപ്പാമയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോ അവരാണ് മഹാന്മാരായ സ്വഹാബത്തിനേക്കാളും സ്ഥാനമുള്ളവരെന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും മനസ്സിലാക്കി പോകും. ഖുതുബുൽ ആലം സിയം വലിയുമാനെ കുറിച്ച് കേൾക്കുമ്പോ അവരാണ് ഏറ്റവും വലിയ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിച്ചവരെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരാണ്. അതിലെ അവസാനത്തെ സ്വഹാബി കഴിഞ്ഞാലാണ് പിന്നെ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾക്ക് പവിത്രതയുള്ളത്, പോരിശയുള്ളത് എന്ന് പറഞ്ഞ സ്വഹാബത്തിന് കഴിഞ്ഞിട്ട് ലോകത്ത് മറ്റുള്ളവർക്ക് സ്ഥാനമുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് അവരൊന്നും ഇത്ര വലിയ കറാമത്ത് കാണിക്കാതിരുന്നത്? അങ്ങനെ ഒരു സംശയം നമുക്ക് ഉണ്ടാവുമല്ലോ. ജീലാനി തങ്ങളൊക്കെ എത്രയേ കറാമത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത ചെറുസോലന്റെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മമ്പറത്ത് തങ്ങളുപ്പാങ്ങളുടെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ കറാമത്തൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാകില്ല. ഉമർ തങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. സ്വഹാബിമാരിൽ പലരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകില്ല. എന്തുകൊണ്ടാണത്? അവരൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ള കാലത്ത് ജീവിച്ചവരാണ്. കറാമത്ത് ഇല്ല എന്നല്ല, ഒരുപാട് കറാമത്തുണ്ട്. ജാമിഉ കറാമത്തിൽ ഔലിയ എന്ന കിതാബിൽ എത്രയോ സംഭവങ്ങളെ മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പല കിതാബുകളിലും മഹാന്മാരായ സ്വഹാബത്തിന്റെ കറാമത്തുകളുണ്ട്. മുത്തനബി ജീവിക്കുന്ന കാലത്ത് കറാമത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും പരിഹാരം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കറാമത്ത് കാണിക്കേണ്ട ഒരു ആവശ്യം സ്വഹാബിമാർക്ക് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കറാമത്ത് എന്നുള്ളത് ഇങ്ങനെ ഹോൾസെയിലായി വിൽക്കപ്പെടുന്ന സാധനമൊന്നുമല്ലല്ലോ. അത് ഇങ്ങനെ തോന്നുമ്പോൾ കാണിക്കുന്ന എല്ലാ കറാമത്ത് അല്ല. അങ്ങനെ ചില ഔലിയാക്കന്മാരെ കാണിക്കൂല. അത് ആവശ്യമുള്ള സമയത്ത് ആദത്തിനെതിരായി ജീവിതത്തിൽ വരുന്ന ആശ്ചര്യ സംഭവങ്ങളാണ് കറാമത്ത്. അപ്പൊ ചില സമയത്ത് കറാമത്ത് കാണിച്ചിട്ടുണ്ടാവും, ചില സമയത്ത് അതേ വിഷയത്തിൽ ചിലപ്പോ ആ വിഷയം അറിയാതിരിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാകാം കറാമത്ത് എപ്പോഴും ഏത് സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതൊക്കെ ഉണ്ടാകുള്ളൂ. എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ അവർ കാണിക്കുന്ന കറാമത്തുകളും മുഴുവത്തുകളൊക്കെ അത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇത്രയും വലിയ പവിത്രത കിട്ടാനുള്ള കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കാളും ഹജ്ജ് ചെയ്തവരുണ്ടാകാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കാളും കൂടുതൽ നിസ്കരിച്ചവരുണ്ടാകും, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കാളും കൂടുതൽ ഇബാദത്തുകൾ ചെയ്തവരുണ്ടാകും. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും വലിയ പവിത്രത കിട്ടാനുള്ള കാരണം ഹബീബായ മുത്തുനബിയോടുള്ള ബന്ധമാണ്, ഹബീബായ മുത്തുനബിയോടുള്ള കണക്ഷനാണ്. ആ ഹബീബില്ലാത്ത ജീവിതം സിദ്ദീഖിനിക്കില്ല. സിദ്ദീഖ് തങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ടോ അത് തന്റെ ഹബീബിനെ തൃപ്തിപ്പെടുത്താൻ കൂടിയാണ്. അവിടുന്ന് എന്തെങ്കിലും സമ്പത്ത് ചെലവഴിക്കുമ്പോ ഹബീബായ മുത്തുനബിക്ക് തൃപ്തി വരുന്ന രൂപത്തിലാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചെലവഴിച്ചിട്ടുള്ളത്. അറിയാമല്ലോ നമുക്ക്, മഹാനരായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും അവിടുന്ന് നേരത്തെ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകൽ പതിവാണ്. നമ്മളൊക്കെ ചെറിയ കുട്ടികളടക്കം കേട്ട ചരിത്രമാണ്. ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിഞ്ഞ് ദിക്ർ സ്വലാത്തിൽ നിൽക്കാതെ വീട്ടിലേക്ക് വേഗം പോകും. അങ്ങനെ ഈ വിഷയത്തെ കുറിച്ച് അവിടത്തോട് അന്വേഷിച്ചപ്പോ ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ വീട്ടിലേക്ക് നേരത്തെ ഓടിപ്പോകുന്നത് ഒരു ദിവസം ഞാൻ നേരം വൈകി ചെന്നപ്പോ എന്റെ പൈതമക്കള് ചെറിയ മക്കള് അവർക്ക് എന്താണ് ഈ ദീനിന്റെ നിയമങ്ങൾ അറിയാത്ത ചെറിയ മക്കളാണ്. ഞാൻ വീട്ടിലേക്ക് എത്തിയ സമയത്ത് എന്റെ അയൽവാസിയായ ജൂതന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ഈത്തപ്പന മരമുണ്ട്. ആ ഈത്തപ്പന മരത്തിൽ നിന്ന് ഈത്തപ്പഴം എന്റെ മുറ്റത്ത് വീഴാറുണ്ട് നബിയേ. ആ ഈത്തപ്പഴം ഭക്ഷിക്കുന്നത് ഞാനൊരു ദിവസം കണ്ടു നബിയേ. ആ സംഭവത്തിന് ശേഷം ഞാൻ എന്റെ വീട്ടിലേക്ക് നേരത്തെ ചൊല്ലും. ഈ സംഭവം ഉണ്ടായപ്പോ ഞാൻ എന്റെ മക്കളുടെ വായിൽ എന്റെ കൈയിട്ടുകൊണ്ട് ഛർദിപ്പിച്ചു നബിയേ. കാരണം എന്താ? ഈ ഹറാം ഉള്ളിലേക്ക് എത്തിയ കാരണം കൊണ്ട് സ്വർഗം കിട്ടൂലല്ലോ എന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബ, അബൂ ദുജാനന്റെ വിഷമം തീർക്കാൻ ആരാണുള്ളത്? അബൂ ദുജാനയെ സഹായിക്കാൻ ആരാണുള്ളത്? അബൂ ദുജാനയുടെ മക്കളുടെ പട്ടിണി തീർക്കാൻ ആരാണുള്ളത് എന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്വഹാബിയെ മുത്തുനബി ആ വീട്ടിലേക്ക് ജൂതന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നു. ഈ തപ്പനെ വിൽക്കുമോ എന്ന് ചോദിക്കുമ്പോ ആ ജൂതൻ പറയുന്നു, ഞാൻ വിൽക്കാം, പക്ഷേ എനിക്ക് വലിയ വില നൽകേണ്ടതുണ്ട്. ഈ ജൂതനിക്കറിയാം ഞാൻ എത്ര വില പറഞ്ഞാലും മുഹമ്മദ് എനിക്ക് നൽകുമെന്ന്. അങ്ങനെ ആ ജൂതന് വലിയ വില പറഞ്ഞു. ഒരിക്കലും ആ ഈത്തപ്പനക്ക് അത്ര വിലയില്ല. അത്രയും വലിയ വില പറഞ്ഞപ്പോ ആ വിലയുമായി മുത്തുനബിന്റെ സദസ്സിലേക്ക് സ്വഹാബി വരികയാണ്. മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, വലിയ വിലയാണ് ആ മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത്. മുത്തുനബി ചോദിച്ചു, സ്വഹാബ, നിങ്ങൾ ആര് സഹായിക്കും അബൂ ദുജാനയെ? അബൂ ദുജാനയുടെ മക്കളുടെ പട്ടിണി ആര് തീർക്കുമെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ ചെയ്യാ നബിയെ. കണ്ടോ, മുത്തുനബി അവിടെ പരാജയപ്പെടാൻ പാടില്ല, മുത്തുനബി വിഷമിക്കാൻ പാടില്ല, അവിടുന്ന് ദുഃഖിക്കാൻ പാടില്ല, അവിടുന്ന് പരിപൂർണ്ണ സംതൃപ്തിയിലാകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖിന് അറിയാം ഈ മരത്തിന് ഇത്ര വിലയില്ല എന്ന്. എന്നിട്ടും അത് ഏറ്റെടുത്തുകൊണ്ട് ഈ ജൂതനായ മനുഷ്യനിൽ നിന്ന് അബൂ ദുജാനയ്ക്ക് മരം വാങ്ങിക്കൊടുക്കുകയാണ്. നോക്കൂ, നിങ്ങളെ ഏതു കാര്യം ചെയ്യുകയാണെങ്കിലും സിദ്ദീഖുൽ അക്ബറിലേക്ക് മുത്തുനബിയെ ഒന്ന് സമാധാനിപ്പിക്കുക, മുത്തുനബിയെ സംതൃപ്തിയിലാക്കുക എന്ന വലിയൊരു കണിശത എല്ലാ വിഷയങ്ങളിലും ഉണ്ടായിരുന്നെന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെ ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുള്ളാഹിന്റെ ചരിത്രം മുഴുവനും. സിദ്ദീഖുള്ളാഹിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞാൽ തീരൂല. ഈ സിദ്ദീഖിയ മജ്ലിസ് തുടങ്ങിയതിനു ശേഷം സിദ്ദീഖുൽ അക്ബറിന്റെ മഹത്വം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും.
നിങ്ങളെപ്പോലെ ഭാഗ്യം കിട്ടിയ ആരും ഉണ്ടാവില്ല റസൂലുള്ളാഹിന്റെ മഹത്വം കേൾക്കാൻ. അത്രയും മഹത്വം കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞത് ഉലുൽ ഫദ്ൽ എന്ന് പറഞ്ഞു. ഫദ്ൽ ഉടയാൾ എന്ന് പറഞ്ഞാൽ ജമ്മിന്റെ സിയ കൊണ്ടാണ്. ഒരുപാട് ഫദ്ൽ ഉടയാളാണ് എന്ന് സിദ്ദീഖുൽ അക്ബറിനെ വിശേഷിപ്പിച്ചു. നേരെ പേരെടുത്ത് പറഞ്ഞതല്ല. അത്രയും ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ള കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ വിശാലമായ സാമ്പത്തിക വിശാലതയും ബഹുമാനപ്പെട്ടവർ അങ്ങനെയായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട്. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഉമർ തങ്ങളോട് വന്നുകൊണ്ട് ഈ മനുഷ്യനെ ഉമർ റളിയല്ലാഹുവിന്റെ മഹത്വങ്ങൾ വല്ലാതെ പറയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ മഹത്വം വല്ലാതെ പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് കേൾക്കുന്നവർക്ക് പോലും മനസ്സിലായി ഉമർ തങ്ങൾക്ക് സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ടെന്ന്. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ശ്രേഷ്ഠതകളും മഹത്വങ്ങളൊന്നും കേട്ടിട്ട് മെയിനാവല്ല. അവിടുന്ന് ഉടനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനോട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ രാത്രികളിലെ ഒരു രാത്രി അഫ്ദലു മിൻ ആലി ഉമറിന്റെ കുടുംബത്തിനേക്കാളും വലിയ ഫളായിൽ അതിനുണ്ട്. ഒരൊറ്റ രാത്രി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, സിദ്ദീഖുൽ അക്ബറിന്റെ ജീവിതത്തിലെ ഒരൊറ്റ രാത്രി ഈ ഉമറിന്റെ കുടുംബത്തിനേക്കാളും വലിയ ഫളലുണ്ട്. ഈ ഉമറിന്റെ സർവ്വതിനേക്കാളും വലിയ ഫളലുണ്ട്. ഏതാണ് ആ ദിവസം? ഏതാ രാത്രി? മുത്തുനബിയോട് കൂടെ ഹിറായിലുണ്ടായ ദിവസമാണ്. നോക്കൂ നിങ്ങൾ, അത്രയും വലിയ പവിത്രത ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിനെ കൊണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന് മൗലിദിൽ നമ്മൾ ഓതുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ പറയാണ്, സിദ്ദീഖുൽ അക്ബറിന്റെ നെഞ്ചത്തെ ഒരു രോമമാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. നോക്കൂ നിങ്ങൾ, എന്ന് പറഞ്ഞാല് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തെ ഒരു രോമമാകാനുള്ള പവർ പോലും ഈ ഉമറിനില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മളെ കുറിച്ച് ആരെങ്കിലും മഹത്വം പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഇങ്ങനെ പൊന്തും അല്ലേ? അതാണ് നമ്മളെ അവസ്ഥ. നമ്മളൊരു മുനീസായാല്, നമ്മളൊരു ഖത്തീബായാല്, അല്ലെങ്കിൽ നമ്മുടെ പള്ളിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ആയാല് ആരെങ്കിലും നമ്മളെ കുറിച്ച് പറയണം, അയാൾ നല്ല വായിദാണ്, നല്ല മുദരിസാണ്, നല്ല ഖിറാഅത്താണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പൊന്തുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഈമാൻ ഇല്ല. അവിടെയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളുടെ മഹത്വം പറഞ്ഞപ്പോ അവിടെ സ്റ്റോപ്പ് ചെയ്യിച്ചു. എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹത്വം പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറയാണ്, സിദ്ദീഖുൽ അക്ബറിന്റെ നെഞ്ചത്തെ ഒരു രോമമാകാൻ പോലും ഈ ഉമറിന് യോഗ്യതയില്ല. അതാണ് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് സ്വഹാബിമാരുടെ കൂട്ടത്തിലും മറ്റുള്ള എല്ലാവരുടെ കൂട്ടത്തിലും ഏറ്റവും വലിയ പവർ എത്തിച്ചവര്. ആദ്യമായി മുത്തുനബിയെ കൊണ്ട് വിശ്വസിച്ചവര് സിദ്ദീഖുൽ അക്ബറാണ്. അവ്വലു മൻ ആമന ബിഹി അബൂബക്കർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി മുത്തുനബിയെ കൊണ്ട് വിശ്വസിച്ചവരാണ്. അതുപോലെ തന്നെ അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ. സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടിയത് പോലും നമുക്കറിയാം, അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നെ കൊണ്ട് ആദ്യം അംഗീകരിച്ചത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറാണ്. അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരുപാട് പവർ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിനെ കൊണ്ട്. ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മഹാന്മാരെ സ്നേഹിക്കണം, അവരെ മദ്ഹുകൾ പറയണം. അവരെ മദ്ഹുകൾ പറഞ്ഞാല്, അവരെ മജ്‌ലിസുകൾ സ്നേഹിച്ചാല്, അവരെ മജ്‌ലിസുകൾക്ക് വേണ്ടി നമ്മൾ ഒത്താശ ചെയ്താല് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? മഹാന്മാരെ കുറിച്ച് പറഞ്ഞാൽ തന്നെ, അമ്പിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ, സാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദ വ ദിക്റുസ് സാലിഹീന കഫാറ. അമ്പിയാക്കന്മാരെ മദ്ഹ് പറഞ്ഞാൽ അത് വലിയ ഇബാദത്താണ്. വ ദിക്റുസ് സാലിഹീന കഫാറ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ദോഷങ്ങൾ പൊറുക്കാനുള്ള
ഏറ്റവും വലിയ മാർഗമാണ് മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കള്, സ്വാലിഹീങ്ങളെ മദ്ഹുകൾ പറയുക എന്നുള്ളത്. അത് കേൾക്കാനും പറയാനും ഇഷ്ടമുള്ളവരാണ് സുന്നികളായ നമ്മളൊക്കെ. അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് ഈ നാട്ടിലുള്ള ബിദ്അത്തിന്റെ ആളുകള്. നോക്കൂ, നിങ്ങളെ കുറിച്ച് കേൾക്കാൻ അവർക്ക് ഇഷ്ടമില്ല. മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ല. ഉമർ ബിൻ ഖത്താബിനെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടമില്ല. അത് മക്കത്തെ ഉമറാണ്, മക്കത്തെ ഉസ്മാനാണ് എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെയുള്ള ബിദ്അത്തുകാർ. എന്നാൽ അവരെ ആദരിച്ച് ബഹുമാനിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാല്. പ്രിയപ്പെട്ടവരെ, അതിൽ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടാകണം. ഞാനും സുന്നിയാണെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, ആ സുന്നീസ് നമ്മൾ ഉണ്ടാകണം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? സുന്നത്തും ജമാഅത്തും അംഗീകരിക്കണം. നമ്മളെ ഉള്ളാട്ടങ്ങളൊക്കെ എപ്പോഴും പ്രസംഗിക്കുന്നത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ ചര്യ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്തു സ്വഹാബ, സ്വഹാബത്താകുന്ന ജമാഅത്തിനെ കൂടി അംഗീകരിക്കുമ്പോഴേ ഒരു മനുഷ്യൻ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളായി മാറുള്ളൂ. എല്ലാവരും പറയും ഞങ്ങൾ ആ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരാണ്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർ ആരാണെന്ന് അളക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ജമാഅത്തായ സ്വഹാബിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരെ നമ്മൾ സ്നേഹിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ സമ്പത്ത് ചെലവഴിക്കണം. അവരെ മജ്‌ലിസിൽ നമ്മൾ പങ്കെടുക്കണം. ഹബീബായ മുത്തനബിന്റെ മജ്‌ലിസിൽ നമ്മൾ പങ്കെടുക്കണം. അങ്ങനത്തെ ഏത് വിഷയങ്ങൾക്ക് നമ്മൾ ചെലവഴിച്ചാലും അതൊന്നും നമുക്ക് ഒരിക്കലും പാഴാവുകയില്ല. അതൊക്കെ നമുക്ക് മരിച്ചു എന്നാലാണ് അതിന്റെയൊക്കെ ഫള് നമുക്ക് ലഭിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള നല്ല മജ്‌ലിസിലൊക്കെ ആള് കുറവാകും. അതേസമയം ഈ സമയത്ത് ഇവിടെ തന്നെ മുഴങ്ങാണില് വേറൊരു നല്ലൊരു ഫെഡ്ലൈറ്റ് ഒക്കെ വെച്ച് ഒരു സെവൻസ് ഫുട്ബോളോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ജനം തിങ്ങും. എന്തുകൊണ്ടാ? ഇവിടെ കിട്ടുന്ന ചോറ് അവിടെ ഇല്ല, എന്നാലും അവിടെ ഉണ്ടാവും. അവിടെ ചോറില്ല, അവിടെ ഉണ്ടാവൂല. പക്ഷേ ആളുകളുടെ മനസ്സൊക്കെ അങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറഞ്ഞ ആളുകൾ ഉണ്ടാവുള്ളൂ. ഔലിയാക്കന്മാരെ സ്നേഹിക്കാനും അവരെ മതം പറയാനും അവരുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിക്കാനും കുറഞ്ഞ ആളുകളെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മജ്‌ലിസൊക്കെ നമുക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ നിർത്തുകയാണ്. ഒരൊറ്റ സംഭവം ഞാൻ പറഞ്ഞ് നമ്മുടെ ദുആയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അല്ലാഹുവിന്റെ അടുക്കൽ അത് വലിയ പ്രതിഫലമായി നമുക്ക് കിട്ടും. അബൂദർ അൽ-ഗിഫാരിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എത്ര ചെറുതാണെങ്കിലും ഏതെങ്കിലും ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവായി ചെയ്യണം. അതിലൊന്നാണ് ഈ മജ്‌ലിസ് എന്നുള്ളത്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഇബാദത്താണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ മേലെ സ്വലാത്ത് ഇല്ല എന്നുള്ളത്. സ്വലാത്തിന്റെ പ്രത്യേകത, സ്വലാത്തിന് വേണ്ടി നമ്മൾ ഉളു എടുത്ത് നിയ്യത്തൊക്കെ വെച്ച് ഒരുങ്ങി തയ്യാറാകേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുങ്ങി തയ്യാറാകേണ്ട ആവശ്യം സ്വലാത്തിനില്ല. ഏതു സമയത്തും ചൊല്ലാൻ പറ്റിയ, നിർവഹിക്കാൻ പറ്റിയ ഇബാദത്താണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്, ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരുമില്ലാത്ത ഖബറിൽ നമ്മൾ ഒറ്റക്കാകുന്ന സമയത്ത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കൈപിടിക്കും. അവിടുന്ന് നമ്മളെ സഹായിക്കും. അവിടുന്ന് നമ്മളെ ഖബറിലേക്ക് വരും. നമ്മളെ കൈപിടിച്ച് അവിടുന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അതാണ് സ്വലാത്ത്. സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് മുഅ്മിനീങ്ങളായ നമ്മളൊക്കെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാര് അവിടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു അവിടുത്തെ തംബീഹുൽ ഓഫിലിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവമാണ്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം ഞാൻ ഹജ്ജ് ചെയ്യുമ്പോൾ ഹജ്ജിന്റെ തവാഫ് ചെയ്യുന്ന സമയത്ത് ഞാൻ തവാഫ് ചെയ്യുകയാണ്. ആ തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനെ ഞാൻ കാണുകയാണ്. ആ ചെറുപ്പക്കാരൻ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ഒരു കാല് വെക്കുമ്പോ സ്വലാത്ത് ചൊല്ലുന്നു, മറ്റൊരു കാല് വെക്കുമ്പോ സ്വലാത്ത് ചൊല്ലുന്നു എന്ന്
പറഞ്ഞാൽ ഒരു കാല് ഉയർത്തി മറ്റേ കാല് താഴ്ത്തി വെക്കുന്ന സമയത്ത് ഓരോ സെക്കൻഡുകളിലും ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. ഞാൻ ചിന്തിച്ചു പോയി, എന്താ ഈ മനുഷ്യൻ ഇവിടെ ചെയ്യേണ്ട ദിക്ർ ചൊല്ലാത്തത്, ദിക്ർ എന്താണ് ചൊല്ലാത്തത് എന്ന് ഞാൻ ആ സമയത്ത് ചിന്തിച്ചു പോയി. ഞാൻ ആ കുട്ടിയോട് തവാഫ് കഴിഞ്ഞപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, മോനെ, നിങ്ങൾ തവാഫ് ചെയ്യുന്ന സമയത്ത് പോലും ഹബീബായ മുത്തുനബിയുടെ പേരിൽ സ്വലാത്താണല്ലോ ചൊല്ലുന്നത്, എന്താ സ്വലാത്ത് കൊണ്ടുള്ള മഹത്വം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ആ സ്വലാത്തിന്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നീ ചെറുപ്പക്കാരനായ കുട്ടിയോട് ചോദിച്ചപ്പോ ഈ കുട്ടി ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി തങ്ങളോട് ചോദിച്ചു, മനന്താ, നിങ്ങൾ ആരാണെന്ന് സുഫിയാൻ സൗരി തങ്ങളോട് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി തങ്ങൾ പറയുന്നു, അന സുഫിയാൻ സൗരി, ഞാൻ സുഫിയാൻ സൗരിയാണ്. ഇതങ്ങ് കേട്ടപ്പോ ഈ കുട്ടിക്ക് മനസ്സിലായി സുഫിയാൻ സൗരിയെ കേട്ട് പരിചയമുണ്ട്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ്, വലിയ പണ്ഡിതനാണ്, വലിയ താബിഈയാണ്, വലിയ കറാമത്ത് കാണിച്ചവരാണ്. സുഫിയാൻ സൗരിയാണെന്ന് മനസ്സിലാക്കിയപ്പോ ഈ കുട്ടി സുഫിയാൻ സൗരിയോട് പറയുന്നു, ഉസ്താദേ, നിങ്ങളായതുകൊണ്ട് ഞാൻ എന്റെ ഈ രഹസ്യം പറഞ്ഞു തരികയാണ്. നിങ്ങളല്ലാത്ത മറ്റൊരാളാണ് ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഈ രഹസ്യം പറയില്ലായിരുന്നു എന്നീ ചെറുപ്പക്കാരനായ കുട്ടി വലിയ പണ്ഡിതനായ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേതാവായ സുഫിയാൻ സൗരിയോട് പറയുന്നു, ഞാനും എന്റെ ഉപ്പയും വീട്ടിൽ നിന്ന് ഒപ്പമാണ് ഹജ്ജിന് വന്നിട്ടുള്ളത്. ഞാനും എന്റെ ഉപ്പയും വീട്ടിൽ നിന്ന് ഒപ്പം ഹജ്ജിന് വേണ്ടി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നടന്ന് ഹജ്ജിന്റെ യാത്രയിൽ വഴിമധ്യേ ആരുമില്ലാത്തൊരു മരുഭൂമിയിലെത്തിയപ്പോ എന്റെ ഉപ്പാക്ക് രോഗം ബാധിച്ചു. അങ്ങനെ എന്റെ ഉപ്പയെ ഞാൻ വേണ്ട ശുശ്രൂഷകളൊക്കെ നൽകി, പരിപാലനങ്ങളൊക്കെ നടത്തി. പക്ഷേ അല്ലാഹുവിന്റെ ഖലാ, ആ സ്ഥലത്ത് വെച്ച് എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി. ആരുമില്ലാത്ത മരുഭൂമിയിൽ വെച്ച് എന്റെ ഉപ്പ മരണപ്പെടുകയാണ്. ഒരാളുമില്ല സമയത്തിന്, ആരെയും വിളിക്കാനില്ല. ആ സമയത്ത് എന്റെ ഉപ്പയുടെ തലഭാഗത്തിരുന്നുകൊണ്ട് ഞാൻ എന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തു. എന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അങ്ങനെ ദുആ ചെയ്ത് എനിക്കൊരു ഉറക്കം വന്നുപോയി. ഞാൻ അങ്ങനെ ആ തലഭാഗത്ത് നിന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്തല്ല എന്റെ ഉറക്കത്തിൽ നല്ല സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്റെ ഉപ്പയുടെ ജനാസയുടെ അടുത്തേക്ക് കടന്നു വരുന്നു. എന്റെ ഉപ്പയുടെ അടുത്തേക്ക് നടന്നു വരുന്നു. ആ മനുഷ്യൻ അടുക്കുന്തോറും പ്രകാശം അടിച്ചു വീശുന്നുണ്ട്. ആ മനുഷ്യനതാ എന്റെ ഉപ്പയുടെ തലഭാഗത്ത് വന്ന് നിൽക്കുന്നു. ആ സമയത്ത് ഞാൻ ഈ മനുഷ്യനിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്റെ ഉപ്പയുടെ മുഖം കണ്ടപ്പോ എന്റെ ഉപ്പയുടെ മുഖം വിവർണമായിട്ടുണ്ട്. ചരിത്രത്തിൽ കാണാൻ ഒരു കഴുതയുടെ രൂപമായിട്ടുണ്ട്. ഞാൻ വല്ലാതെ വേവലാതിപ്പെട്ടു. ഞാൻ വല്ലാതെ വിഷമിച്ചു. ഈ ചെറുപ്പക്കാരനായ ഈ സുന്ദരനായ മനുഷ്യൻ എന്റെ ഉപ്പയുടെ തലഭാഗത്ത് നിന്നുകൊണ്ട് എന്റെ ഉപ്പയുടെ മുഖത്ത് നിന്ന് ആ ഒരു ശീല, ആ ഒരു കവറ്റ നീക്കുന്നു. എന്റെ ഉപ്പയുടെ മുഖത്ത് തടവുന്നു. എന്റെ ഉപ്പയുടെ മുഖത്ത് തടവിക്കൊണ്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, എല്ലാം ശരിയായിട്ടുണ്ട്, എല്ലാം നല്ല രൂപത്തിലായിട്ടുണ്ട്. ഞാൻ എന്റെ ഉറക്കത്തിൽ ഉണർന്നപ്പോൾ ഞാൻ എന്റെ ഉപ്പയുടെ മുഖം നോക്കിയപ്പോ 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ അവിടുന്ന് പ്രകാശിക്കുന്നുണ്ട്. ഞാൻ ആ സമയമതാ ഞാൻ ഈ മനുഷ്യനൊന്ന് പിടിക്കാൻ വേണ്ടി നിന്നു. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഇല്ല, അറിയില്ല. ആ സമയത്ത് പറഞ്ഞു, അന മുഹമ്മദ് റസൂലുള്ളാഹ് സാഹിബുൽ ഖുർആൻ, ഖുർആനിന്റെ ഉടമസ്ഥനായ, ഖുർആൻ
ഖുർആൻ നൽകപ്പെട്ട പ്രവാചകനായ മുഹമ്മദ് നബിയാണ് ഞാൻ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കൂട്ടുകാരനോട് ചെറുപ്പക്കാരനോട് പറയുകയാണ്. ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു നബിയോട്, അല്ല നബിയെ, എന്തുകൊണ്ടാണ് എന്റെ ഉപ്പയുടെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ വന്ന് തടവി എന്റെ ഉപ്പയെ ഇത്രയും രൂപത്തിൽ പ്രകാശിക്കുന്ന രൂപത്തിലാക്കാനുള്ള കാരണമെന്ന് ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോ മുത്തനബി പറയാണ്, നിന്റെ ഉപ്പ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിന്റെ ഉപ്പാക്കളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിരുന്നു, നല്ല ഒരു വിശേഷണമായിരുന്നു, നിന്റെ ഉപ്പയെ എല്ലാ ദിവസവും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. നിന്റെ ഉപ്പ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. അങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ ഉപ്പ സ്വലാത്തിനെ തവസ്സുലാക്കി എന്നോട് സഹായം തേടി. അതുകൊണ്ട് തന്നെ ആ സഹായത്തെ എനിക്ക് തട്ടി മാറ്റാൻ സാധിക്കില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ഈ മനുഷ്യനെ നല്ല രൂപത്തിലേക്ക് ആക്കി മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഒറ്റക്കാകുന്ന സമയമാണ് ഖബർ. നമ്മൾ ഒറ്റക്കാകുന്ന സമയമാണ് ഖബർ. ആരുമില്ല സഹായിക്കാൻ. ആ സമയത്ത് നമുക്ക് പിടിവള്ളിയായി വരുന്നതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അവിടുത്തെ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കണം. അവിടുന്ന് ഏത് സ്വലാത്താണ് നമുക്ക് അറിയുക, ആ സ്വലാത്ത് ഏതെങ്കിലും ഒരു സ്വലാത്ത് നമ്മൾ ദിവസവും 100 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. ചുരുങ്ങിയ 100 പ്രാവശ്യം ചൊല്ലാൻ ഓരോ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും 10 പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഓരോ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും 10 സ്വലാത്ത് ചൊല്ലിയാലേ നമുക്ക് 100 സ്വലാത്ത് ചൊല്ലാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിലും നമ്മൾ സ്വലാത്ത് ചൊല്ലി ഹബീബായ മുത്തുനബിയോടുള്ള കണക്ഷൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. ഹബീബായ മുത്തുനബിയോടുള്ള കണക്ഷനാണ് അമ്പിയാക്കന്മാര് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശ്രേഷ്ഠത കിട്ടാനുള്ള കാരണമെന്ന് നമുക്കൊക്കെ അറിയാം. മുത്തുനബിയോടുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരിൽ എല്ലാ മാസവും ഈ മജ്ലിസിൽ നമ്മൾ പങ്കെടുക്കുമ്പോ ആ ഹബീബിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ എല്ലാ ബറകാത്തുകളും ഖൈറാത്തുകളും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ഈ മജ്ലിസിനെ സഹായിക്കുന്നവരെ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ, ഇതിലേക്ക് ഭക്ഷണം നൽകുന്നവരെ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പൊരുത്തം അല്ലാഹു നൽകുമാറാകട്ടെ. ഇനി പറഞ്ഞാൽ അങ്ങനെ നീണ്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മാസത്തിലും നടക്കുമ്പോ ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുന്നവരുണ്ട്, ഇതിലേക്ക് ഭക്ഷണം നൽകുന്നവരുണ്ട്, സദഖകൾ നൽകുന്നവരുണ്ട്. എല്ലാവർക്കും ഉസ്താദ് ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഈ മജ്ലിസ് അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. എന്തൊക്കെ ഖൈറായ മുറാദുകളുമായി ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹുവേ, യജമാനനായ അല്ലാഹ്, അവിടെ എല്ലാ നീറുന്ന പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. നീ വിഷമങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാഹ്. മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച കാരണം കൊണ്ട് ഹബീബായ മുത്തുനബിയുടെ അടുത്ത് ശഫാഅത്ത് ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കാൻ ഈ മജ്ലിസിനെ ഞങ്ങൾക്ക് കാരണമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും മരിച്ചുപോയി. ഞങ്ങളുടെ ഉപ്പമാര് മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുമായി ബന്ധപ്പെട്ടവര്, ഞങ്ങളുടെ പഠനകാലം മുതൽ ഇന്ന് വരെ ഞങ്ങളെ സഹായിച്ചവര് അല്ലാഹ് പലരും മാറടി മണ്ണിലാണ്. അവർക്കൊക്കെ ഈ മജ്ലിസിന്റെ വെളിച്ചം എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ അസാധ്യത്ത് പലരും മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവരെ ഖബറിലേക്കൊക്കെ വലിയ ശഫാഅത്തായി നൂറായി ഈ മജ്ലിസിനെ എത്തിക്കണേ അല്ലാഹ്. നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഉസ്താദിന്റെ ഉപ്പ അടക്കമുള്ളവര് അല്ലാഹുവേ, അവരൊക്കെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ വെളിച്ചം എത്തിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി ദുആ ചെയ്യുകയാണ്. എന്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അതുപോലെ തന്നെ എന്റെ ഇളയച്ഛന്റെ അനുജൻ ഇന്നലെ 8 വയസ്സുള്ള കുട്ടിയാണ്. സൈക്കിൾ ഓടിച്ച് ഒരു ഓവുചായയിലേക്ക് ആ കുട്ടി വീണുപോയി. അങ്ങനെ കിഡ്നി പൊട്ടിച്ചിതറി രക്തം നിൽക്കാതെ പമ്പ് ചെയ്യുകയാണ്. ഒരു ഓപ്പറേഷനും പോലും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണ് ഇപ്പോ
മെഡിക്കൽ കോളേജിൽ ഉള്ളത്. ഉസ്താദ് പ്രത്യേകം ഈ മജ്ലിസിൽ ദുആ ചെയ്യണം. ചെറിയ 8 വയസ്സായ ചെറിയ കുട്ടിയാണ്. അല്ലാഹു ആ കുട്ടിക്ക് ഈ മജ്ലിസിന്റെ ഹഖ് കൊണ്ട് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു സലാമത്ത് നൽകുമാറാകട്ടെ. ആ കുട്ടിയെ ആ കുടുംബത്തിന് അല്ലാഹു തിരിച്ചു നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകുമാറാകട്ടെ. സമാധാനവും സലാമത്തും അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.